ഹലോ ഗൈസ്, നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് മൂന്നാറിലെ ഗ്യാപ്പ് റോഡിലൂടെയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായി കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു റൂട്ടാണ് ഗ്യാപ്പ് റോഡ്. മൂന്നാറിൽ നിന്നും പൂപ്പാറ വരെയാണ് ഈ മനോഹരമായ റോഡ് ഇപ്പോൾ ഉള്ളത്. നാഷണൽ ഹൈവേ 85 ആണിത്. മൂന്നാറിൽ നിന്നും പൂപ്പാറ വരെയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഈ സ്ട്രെച്ച് വരുന്നത്. അത് ഏകദേശം ഒരു 32 കിലോമീറ്ററോളം വരും. ബ്രിട്ടീഷുകാരുടെ കാലം തൊട്ടേ ഈ ഗ്യാപ്പ് റോഡ് നിലവിലുള്ളതാണ്. പക്ഷേ ഇത് ഇതുപോലെ വീതി കൂട്ടി പണിത് കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഭംഗി ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. കാരണം റോഡ് മനോഹരമായിട്ടാണ് പണിതിരിക്കുന്നത്. ഒരു സൈഡിൽ തേയിലത്തോട്ടം എപ്പോഴും കാണാം. അതുപോലെ തന്നെ നല്ല കാടും പിന്നെ എപ്പോഴും കോടയുള്ളൊരു സ്ഥലം കൂടെ ആയതുകൊണ്ട് തന്നെ ഇത് സഞ്ചാരികളുടെ തിരക്ക് ഇപ്പം ഭയങ്കര കൂടുതലാണ്. മൂന്നാറിൽ ഇപ്പം നിലവിൽ സഞ്ചാരികളുടെ തിരക്ക് ഒരുപാടുണ്ടെങ്കിലും അവിടുന്ന് ഗ്യാപ്പ് റോഡിലോട്ട് വരുന്നവർ ഇപ്പം വളരെയധികം കൂടിയിട്ടുണ്ട്. അതുമാത്രമല്ല, ഗ്യാപ്പ് റോഡ് വഴി മൂന്നാറിലോട്ട് വരുന്നവരുടെയും എണ്ണം കൂടി. കാരണം മൂന്നാറിലേക്ക് വരാൻ നല്ല ബ്ലോക്ക് ഉള്ളതിനാൽ ഇപ്പോൾ പലരും അടിമാലിയിൽ നിന്ന് രാജാക്കാട് ചെന്നിട്ട് ആ വഴിയാണ് ഇപ്പം മൂന്നാർ വരുന്നത്. ഈ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എപ്പോൾ വന്നാലും കോടയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇവിടെ എപ്പോഴൊക്കെ ഞാൻ വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഇവിടെ കോടയുണ്ട്. പിന്നെ തണുപ്പും നല്ല കാറ്റും. നമുക്ക് ഈ മൂന്നാർ ടൗണിൽ വന്നിട്ടും ഈ ഗ്യാപ്പ് റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അതായത് മൂന്നാറിൽ നിന്നും ഗ്യാപ്പ് റോഡ് കയറി 32 കിലോമീറ്റർ പൂപ്പാറ വരെ. പക്ഷേ അതിലും നല്ലത് ഗ്യാപ്പ് റോഡ് വഴി വരുന്നതാണ്. അതായത് പൂപ്പാറയിൽ നിന്നും മൂന്നാറിലേക്ക് ഗ്യാപ്പ് റോഡ് വഴി വരുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ മൂന്നാറൊക്കെ വന്ന് എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം തിരിച്ചു പോകുമ്പം ഈ ഗ്യാപ്പ് റോഡ് ഇറങ്ങി പൂപ്പാറ വഴി അടിമാലി വഴി പോകുന്നതായിരിക്കും നല്ലത്. അങ്ങനെയെല്ലാം നമ്മൾ മൂന്നാർ ടൗണിൽ വന്നു അതിന് ശേഷമാണ് പോകുന്നതെങ്കിൽ ഒരുപാട് സമയം നഷ്ടമായിരിക്കും. 32 കിലോമീറ്ററിൽ നമ്മളൊരു 2-3 മണിക്കൂർ എടുക്കും. നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കാനാണെങ്കിലും ആസ്വദിക്കാനാണെങ്കിലും എല്ലാം ഒരുപാട് സമയം എടുക്കും. അതിലും നല്ലത് നമ്മൾ പോകുമ്പോൾ ഈ റൂട്ട് കയറി പോകുന്നതോ അല്ലെങ്കിൽ തിരിച്ചു വരുമ്പം ഇതേ റൂട്ട് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഞാൻ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല കോടമഞ്ഞാണ്. കുറച്ച് കഴിയുമ്പോൾ കോടമഞ്ഞ് കൂടും. അത് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ മഴ പെയ്യുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. നല്ലപോലെ മഴ പെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാം പച്ചപ്പെല്ലാം നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയാണ്. നമുക്ക് വണ്ടി ഓടിക്കുന്നത് ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ഈ ഒരു സമയത്ത് പോകുന്നത്. അതുപോലെ തന്നെ ഈ വഴി പോകുമ്പോൾ ചീയപ്പാറ വാട്ടർഫോൾസ്, ആനയിറങ്കൽ ഡാം ഇതെല്ലാം കണ്ട് നമുക്ക് പോകും. ആനയിറങ്കൽ ഡാമിൻ്റെ അവിടെയുള്ള ഫോട്ടോ പോയിൻ്റൊക്കെ ഒരു രക്ഷയില്ല. ഇനി മൂന്നാർ പോകുമ്പോൾ നിങ്ങൾ ഒരിക്കലും ഈ റൂട്ട് മിസ് ചെയ്യരുത്. ഫോട്ടോ എടുക്കാനാണെങ്കിലും ആസ്വദിക്കാനാണെങ്കിലും ഏറ്റവും ബെസ്റ്റ് സ്ഥലമാണ് ഈ ഗ്യാപ്പ് റോഡ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതേപോലെയുള്ള വീഡിയോസ് ഇനിയും നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു.